അർജുന്റെ കുടുംബം ലോറി ഉടമ മനാഫിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉന്നയിക്കുന്നത്. മനാഫ് ആരോപണങ്ങൾ തള്ളിക്കളയുകയും ചെയ്യുന്നുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നു. അല്പസമയം മുൻപ് മനാഫ് മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് മനാഫ് വ്യക്തമാക്കിയത്? അഭിജിത്ത്, ഉന്മേഷ്, വീണ്ടും മനാഫ് മാധ്യമങ്ങളെ കണ്ടു. നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ മനാഫ് ആവർത്തിക്കുകയാണ്. തനിക്കെതിരെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു ആരോപണം കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നത് എന്നുള്ള കാര്യത്തിൽ തനിക്ക് വ്യക്തതയില്ല. താൻ ആദ്യഘട്ടം മുതൽ അവിടെ ഈ ഷിരൂർ ദൗത്യത്തിന്റെ മുൻപന്തിയിൽ ഉണ്ടായിരുന്നതാണ്, കുടുംബത്തിനൊപ്പം നിന്നതാണ്. ആ രീതിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷേ നിലവിൽ അത്തരത്തിലുള്ള ഒരു ആരോപണം തനിക്കെതിരെ ഉയരുന്നതിന്റെ സാഹചര്യം വ്യക്തമല്ല. ഒപ്പം തന്നെ ഈ യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെട്ട് കുടുംബം ഉന്നയിച്ച ആരോപണം, അതിൽ മനാഫ് ഒരു തന്നെ പ്രതിരോധിക്കുകയാണ്. മനാഫ് പറയുന്നത് ഇപ്രകാരമാണ്: ഈ ഷിരൂർ ദൗത്യത്തിന്റെ തുടക്കം മുതൽ തന്നെ തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. അത് പറയുന്നതിന് വേണ്ടിയാണ് താൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അത് അർജുനെ കണ്ടെത്തുന്നത് വരെ തുടരാനാണ് താൻ ലക്ഷ്യമിട്ടിരുന്നത്. പക്ഷേ നിലവിൽ താൻ ആ യൂട്യൂബ് ചാനലുമായി മുന്നോട്ട് പോകും. അതിന്റെ പേരിൽ എന്തുകൊണ്ട് തന്നെ ഇങ്ങനെ വിമർശിക്കുന്നു എന്ന കാര്യം തനിക്കറിയില്ല. ഒപ്പം അമ്മയുമായുള്ള സ്നേഹത്തെ, അമ്മയുമായുള്ള ബന്ധത്തെ വൈകാരികമായി മുതലെടുക്കുന്നു മനാഫ് എന്നുള്ള ഒരു ആരോപണം കൂടി കുടുംബം ഉന്നയിച്ചിരുന്നു. അക്കാര്യത്തിലും പറയുകയാണ്, അമ്മ തൻ്റെ സ്വന്തം അമ്മയെ പോലെയാണ്, കുടുംബം തനിക്ക് സ്വന്തം കുടുംബത്തെ പോലെയാണ്. അതിനാൽ തന്നെ അങ്ങനെയുള്ള ഒരു ആരോപണം തനിക്കെതിരെ ഉന്നയിക്കുന്നത് ശരിയല്ല എന്നും മനാഫ് പറയുന്നു. ഒപ്പം ഈ പണം വാങ്ങിയ കാര്യവുമായി ബന്ധപ്പെട്ടും മനാഫ് നേരത്തെ തന്നെ വിശദീകരിച്ചതാണ്. താൻ അവിടെ ചെന്നപ്പോൾ മുതിർന്നവർ കുട്ടികൾക്ക് കൊടുക്കുന്നു എന്ന രീതിയിൽ അവിടെയുള്ള കുട്ടിക്ക് ഒരു 2000 രൂപ കൊടുത്തതാണ്. അല്ലാതെ താൻ 2000 രൂപയൊന്നും അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. അതിനെ അവർ തെറ്റായ രീതിയിൽ എടുത്തതായിരിക്കാം. കൂടാതെ അർജുൻ എന്ന് തൻ്റെ ലോറിക്ക് പേരിടും എന്നുള്ളൊരു പ്രഖ്യാപനം നേരത്തെ മാധ്യമങ്ങളെ കാണുമ്പോൾ മനാഫ് നടത്തിയിരുന്നു. ഇതിനെതിരെ കുടുംബം രംഗത്ത് വന്നതാണ്. ഇക്കാര്യത്തിൽ വീണ്ടും ഒരു പ്രതികരണം മനാഫ് നടത്തിയിരിക്കുന്നു. താൻ ആ രീതിയിൽ അർജുൻ എന്ന തന്നെ തൻ്റെ ലോറിക്ക് പേരിടും, തൻ്റെ തീരുമാനത്തിൽ നിന്ന് താൻ പിന്നോട്ടില്ല എന്നും മനാഫ് വ്യക്തമാക്കുകയാണ്. ഈ ആക്ഷൻ കമ്മിറ്റിക്കെതിരെയും കുടുംബം ആരോപണം ഉന്നയിച്ചിരുന്നു. മുഖ്യമന്ത്രിയുമായി കുടുംബത്തിന് നേരിട്ട് ആക്സസ് ഉണ്ട്. അപ്പോഴെന്തിനാണ് അതിനിടയിൽ സമാന്തരമായി ഈ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തിച്ചത് എന്നുള്ളതായിരുന്നു കുടുംബത്തിൻ്റെ ചോദ്യം. അതിന് മനാഫ് നൽകിയ മറുപടി, എല്ലാ കാര്യങ്ങളിലും അങ്ങനെ കുടുംബം നേരിട്ട് മുഖ്യമന്ത്രിയെ കാണേണ്ടതുണ്ടോ എന്നുള്ളതായിരുന്നു. ആക്ഷൻ കമ്മിറ്റിയുടേതായ ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിനുവേണ്ടിയാണ് ഒരു ടീമായി ഈ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തിച്ചത് എന്നും മനാഫ് ഇപ്പോൾ മാധ്യമങ്ങളെ കാണുമ്പോൾ വ്യക്തമാക്കുന്നു. പിന്നെ ഈ ഫോൺ തങ്ങൾ വിളിച്ചപ്പോൾ മനാഫ് ഫോൺ എടുത്തില്ല എന്നുള്ളൊരു കാര്യം കുടുംബം പറഞ്ഞിരുന്നു. ഇത് കളവാണ് എന്നാണ് മനാഫ് പറയുന്നത്. കൂടാതെ മാധ്യമങ്ങൾക്ക് മേൽ പഴിചാരുക കൂടി ചെയ്യുന്നുണ്ട് മനാഫ്. ഈ ഘട്ടത്തിൽ മാധ്യമങ്ങളാണ് ഇത്തരത്തിലുള്ള ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തത്, അല്ലാതെ മറ്റൊരു പ്രശ്നവും ഇവിടെ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് മനാഫിന്റെ വാദം. ഒപ്പം കുടുംബത്തിന്റെ ആരോപണങ്ങൾ തള്ളിക്കളയുന്ന അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകുകയായിരുന്നു.